ഹലോ, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും നമുക്ക് നൈസ് പത്തിരിയും പിന്നെ മുട്ട ചിക്കിയിട്ടുള്ള കറിയുമാണ് കേട്ടോ. മുട്ട ചിക്കിയിട്ട് തേങ്ങ അരച്ച് വെക്കില്ല, ആ ഒരു കറിയും കൂടിയാണ് കേട്ടോ നമുക്ക് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അതൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ കഴിഞ്ഞൊരു നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, റംലാൻ്റെ നമ്മൾ നനച്ചുള്ളി വീഡിയോ ഇട്ടിരുന്നു. ആ ഒരു വീഡിയോക്ക് നല്ലോണം റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞിരുന്നു ആ ഒരു ഗ്ലാസിൻ്റെ പിന്നെ സ്റ്റിക്കർ, അതായത് അതിൽ കൊടുത്തിട്ടുള്ള ആ പരസ്യം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർപ്പിക്ക് ഉറ്റിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും അടിപൊളിയാണ് കേട്ടോ സാധനം. പിന്നെ ഇത് ഉമ്മാൻ്റെ സാവോനാണ് കേട്ടോ. ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള സാവോനാണ്. നമ്മൾ സാവോൻ്റെ കിറ്റ് വാങ്ങിയിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഓയിൽ എടുത്ത് വെച്ചിട്ട്, ഓയിലും പിന്നെ വെളിച്ചെണ്ണ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാവോനാണ്. ചിലവർക്ക് ഇത് കയ്യിന് പറ്റൂല കേട്ടോ, പിന്നെ അലർജി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഉമ്മ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉച്ചക്കേക്ക്. പിന്നെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു റേഷൻ അരി കൊണ്ട് കപ്സ് ഉണ്ടാക്കുന്നത്. ആ ഒരു ചോറാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. സംഭവം സിമ്പിളാണ്, അധികം സാധനവും കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചോറ്. നമ്മൾ ഇറച്ചും പിന്നെ അരിയൊക്കെ ഇട്ട് വറ്റിക്കുന്നതാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ കപ്സ മസാല ഒന്നും ഇടുന്നില്ല. കപ്സയെ പോലെ ഒരു ചോറാണ് സംഭവം, പക്ഷേ കപ്സ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ, അല്ലെങ്കിൽ ചിക്കൻ മസാല കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഏതായാലും ആ ഒരു ഗ്ലാസ്സിലെ പിന്നെ ഈ ഒരു പരസ്യം പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒരു ഡ്രോപ്സ് ഇറ്റിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഡ്രോപ്സ് ഇറ്റിച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പിന്നെ ഒരുതി നോക്കിയാൽ തന്നെ പോകുന്നുണ്ട്. ഇത് ഉറ്റിച്ചാൽ തന്നെ നമുക്കറിയാം ആ ഭാഗം കളർ ഫെയ്ഡാകുന്നുണ്ട് കേട്ടോ. ഇനി കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരുതിയാൽ നമുക്കറിയാം പെട്ടെന്ന് തന്നെ കളർ പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ വേറൊരു ഇത് ചെയ്ത് നോക്കിയിരുന്നു, അതായത് വിനാഗിരി ഒഴിച്ചിട്ട് പിന്നെ വിനാഗിരിയിൽ ഈ ഒരു ഭാഗം മാത്രം ഇട്ട് വെക്കുക, അതായത് മൂടി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് പോയിട്ട് വരതി നോക്കിയാൽ പോകുന്നുണ്ട്. പക്ഷേ ഇത് അത്രയും ടൈം എടുക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തന്നെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു തന്നൊക്കെ ഏതായാലും താങ്ക്സ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ ക്ലാസ്സും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലാസ് കണ്ടപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞ് ബാക്കിയുള്ളതും അതുപോലെ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഏതായാലും എല്ലാതും അതുപോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു മഞ്ഞ കളറിൽ മാത്രം എഴുതിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു, ആ ഭാഗം പോകാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ്. ചില എന്താ പറയുക പെയിൻറ്റിൻ്റെ ഒരു മിസ്റ്റേക്ക് ആവും, അത് പോകാൻ കുറച്ച് ടൈം എടുത്തിട്ട് ബാക്കി എല്ലാം അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് സാധനം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഏതായാലും നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. അതായത് നമ്മൾ രാവിലെ എണീറ്റ് പോലെ അതുപോലെ ഇട്ട് പോയതായിരുന്നു. ചില ദിവസങ്ങൾ അപ്പോൾ തന്നെ മടക്കിച്ച് ക്ലീൻ ചെയ്യും, ചില ദിവസങ്ങൾ ഇതുപോലെ പിന്നെ അമ്മ അടിച്ച് തരാൻ നിന്നപ്പോൾ അമ്മ പറയും ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പുതുപ്പും കാര്യങ്ങളൊക്കെ മടക്കി വൃത്തിയാക്കി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ റാക്കിലും പിന്നെ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, തിരുമ്പാൻ കിടക്കുന്ന ഡ്രസ്സും കാര്യങ്ങളും പിന്നെ അയൺ ചെയ്ത് അതേ ബോക്സൊക്കെ അതുപോലെ ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി അതും ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പേപ്പറും ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഈ ഒരു അടിച്ചു വരുന്ന ടൈമിലാവും നമ്മൾ കൂടുതൽ ചെയ്തൽ. ഇതൊക്കെ നൈറ്റിലും പിന്നെ സ്കൂൾ പോകുന്ന ടൈമിലൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും. അപ്പോൾ ബാഗും പിന്നെ തിരുമ്പാനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു തുണി കൊണ്ട് അവിടെയൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മ അടിച്ചു വരാൻ നിന്നപ്പോൾ പിന്നെ നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ അമ്മ തോത്തിയിട്ടുണ്ടായിരുന്നു. ഞാനേതായാലും റാക്ക് തോത്തുന്ന കൂട്ടത്തിൽ ടേബിളും കൂടി തോത്തി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമുക്കൊരു പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. പണിക്കാരെന്ന് പറയാൻ പറ്റില്ല, ഒരു അണ്ണനായിരുന്നു. അതായത് ഒരാൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ വിറക് കൊത്താൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ആളുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് കഞ്ഞിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞിക്ക് പിന്നെ ചമ്മന്തിയും പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ സിറ്റ് ഔട്ടിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ വന്ന് കുടിച്ചോളൂ വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ മോളും അമ്മയൊക്കെ ആദ്യം തന്നെ ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വൈകിയിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ
കബ്സൊക്കെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് റേഷൻ കറി കൊണ്ട് വെച്ചാലും പിന്നെ കബ്സ മസാല ഇല്ലാതെ വെച്ചാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചോറുണ്ടാക്കുന്നത്. പിന്നെ അധികം സാധനങ്ങൾ ഉള്ളിയും തക്കാളിയൊന്നും അധികം ആവശ്യമില്ല. ഓരോ തക്കാളിയും പിന്നെ 2 ഉള്ളിയും മാത്രം മതി കേട്ടോ ഈ ഒരു ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും സിമ്പിളാണ്, അതിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും അധികം സാധനങ്ങളൊന്നും വേണ്ടേനു കേട്ടോ. അപ്പോൾ സംഭവം ഏതായാലും അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഇതിലേക്ക് പ്രത്യേകിച്ച് കൂട്ടാനും കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ അച്ചയിലേക്ക് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ അച്ചാറുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ എടുത്തിട്ടാണ് ഞാൻ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് ഉമ്മ ഇട്ടിട്ടുള്ള ഇവിടെ വീട്ടിൽ തന്നെ ഇട്ടിട്ടുള്ള അച്ചാറാണ് കേട്ടോ. സംഭവം ഏതായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് പിന്നെ ഏതായാലും നോക്കിയപ്പോൾ പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കണ ഒരു ശീലമാണ്. ഇപ്പം മധുരം കഴിക്കാൻ വേറെ ഒന്നുമില്ലായിരുന്നു. അതിൻ്റെ ബോക്സ് നോക്കണ്ട, ബോക്സ് ചോക്ലേറ്റിൻ്റെ ബോക്സായിരുന്നു. അപ്പോൾ അതിൽ ഇന്ന് രാവിലെ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ ഞാൻ ഈ പേരക്ക രാവിലെ ഇട്ട് വെച്ചാലും അപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേഗം ഉപ്പും പുളിയൊക്കെ പിടിക്കുന്ന സാധനമാണല്ലോ പേരക്ക ചാമ്പക്കൊക്കെ അപ്പോൾ തന്നെ ഉപ്പും പുളി പിടിക്കുമല്ലോ. അപ്പോൾ ഏതായാലും ഉച്ചയ്ക്ക് തന്നെ സാധനം കലയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പേരക്ക ഉപ്പിലിട്ടത്. അപ്പോൾ ഒരു പേരക്ക ഉണ്ടായിട്ടുള്ളായിരുന്നു. പിന്നെ അപ്പോൾ അത് ഉപ്പിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരത്തിന് ചായക്ക് വേണ്ടിയിട്ട് കടി ഉണ്ടാക്കാൻ കേട്ടോ. അതായത് പ്രത്യേകിച്ച് ഒരു കടിയൊന്നും ഉണ്ടാക്കുന്നില്ല, അങ്ങനെ പഴം പൊയ്ങ്ങാണ് കേട്ടോ. പഴം പിന്നെ എപ്പോഴും നമ്മളിവിടെ പൊരിക്കുക അങ്ങനത്തെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും പഴം പൊയ്ങ്ങാന്ന് വിചാരിച്ചിട്ട് പഴം പിന്നെ നുറുക്കി കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഏറ്റവും എളുപ്പം നമുക്ക് കുക്കറിൽ പിന്നെ പഴം പൊയ്ങ്ങലാണ് എളുപ്പം കേട്ടോ. അതായത് ഒറ്റ വിസിലടിച്ചാൽ തന്നെ സംഭവം റെഡിയാവും. പക്ഷേ ഇത് അധികം പഴുക്കാൻ പാടില്ല കേട്ടോ പഴം. പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ സംഭവം ഇങ്ങനെ തോലൊക്കെ ഇട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കരിമ്പോപ്പ് എന്നൊക്കെ പറയാം, ഈ ഒരു പോപ്പിലാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പും ഇട്ടെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ഞാൻ ഗ്യാസിൽ ഒറ്റ വിസിൽ തന്നെ നമ്മൾ ഓഫാക്കണം കേട്ടോ. ഇത് എനിക്ക് പറ്റിയിട്ടുള്ള ഒരു ഫാൾട്ടാണ്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ വിസിൽ വന്നത് ശ്രദ്ധിച്ചില്ല, എത്ര വിസിലാന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞാൻ ഓഫാക്കിയത്. അപ്പോൾ സംഭവം ഈ ഒരു ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പഴുത്ത പഴം കുക്കറിലിട്ട് അടിച്ചാൽ ഇതുപോലെ ഇരിക്കുന്നത് പോലെ. ഇതധികം പഴുത്തിട്ടൊന്നുമില്ലായിരുന്നു, പക്ഷേ സംഭവം അതുപോലെ കിട്ടിയിട്ടുണ്ട്. എത്ര വിസിലാന്നുള്ളത് ഓർമ്മ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് വേറെ വഴിയില്ലല്ലോ. പിന്നെ ഏതായാലും ചായ കൂട്ടാൻ വിചാരിച്ചിട്ടാണ്. ചായ ഞാൻ ഫ്ലാസ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് കൂട്ടുന്നത്. പിന്നെ ഇതിന് നല്ല ചൂടുണ്ടായിരുന്നു വെള്ളം. ഞാൻ പിന്നെ ഗ്യാസിൽ വെക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഈ ഒരു ഫ്ലാസ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ചായ കൂട്ടാൻ വിചാരിച്ച്. പിന്നെ ഏതായാലും അങ്ങനെ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും വീഡിയോയിൽ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം, നമ്മൾ ഏറ്റെടുക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് തിരുത്തിയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.